الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, പ്രപഞ്ചനാഥനായ പടച്ചറപ്പിന്റെ വിധിവിലക്കുകൾ ജീവിത ഇടപാടുകളിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ റൂഹ് പിരിയുന്ന നേരം വരെയും അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ഉറച്ചു നിൽക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളാകാൻ അവസാന ശ്വാസം വരെയും അള്ളാഹുവിനുള്ള സമർപ്പണത്തിൽ നിലനിന്നു പോകാൻ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ, നാളെ സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള വിശിഷ്ടമായ അവന്റെ സ്വർഗ്ഗം അനന്തരപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹളമയമായ ഭൗതിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. എന്നാൽ അതേസമയം അനിവാര്യമായും ഏത് നിമിഷവും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായ മരണമെന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചാണ് ചില ഓർമ്മപ്പെടുത്തലുകൾ കഴിഞ്ഞ കുടുംബയും സഹോദരങ്ങളുമായി പങ്കുവച്ചത്. സത്യവിശ്വാസികളെന്ന നിലക്ക് ജീവിതത്തെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാടും നിലപാടും ഉള്ളതുപോലെ തന്നെ മരണത്തോടുള്ള സമീപനത്തിലും ഇതര മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ നിലപാടുകളും സമീപനങ്ങളും ഉള്ളവരാകണം സത്യവിശ്വാസികൾ എന്ന കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കുകയുണ്ടായി. മരണമെന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമല്ലെന്നും വിവിധ ഘട്ടങ്ങളായി തിരിച്ചിട്ടുള്ള മനുഷ്യ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്കുള്ള ഒരു യാത്രയാണ് മരണമെന്നും സഹോദരങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ
പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചിട്ടുള്ളത് മരിക്കുമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല എന്നും, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകളിലൂടെ പല പാഠങ്ങളും നമ്മളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണെന്നും സൂചിപ്പിക്കുകയുണ്ടായി. അതിലൊരു പാഠം എന്ന് പറയുന്നത് ജന്മം നൽകിയ, ജനനത്തിന് ആരാണോ ഉത്തരവാദി, അഥവാ നമുക്ക് ജീവൻ നൽകിയതാണോ ആ അള്ളാഹുവിൽ മാത്രമേ നമ്മുടെ ജീവൻ തിരിച്ചെടുക്കാനും അവകാശമുള്ളൂ. സ്വന്തം ജീവൻ സ്വയം ഹനിക്കാൻ, മറ്റുള്ളവരുടെ ജീവൻ ഹനിക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല. ജീവൻ നൽകിയവരെ ജീവൻ തിരിച്ചെടുക്കാൻ അധികാരമുള്ളൂ. ജനനവും മരണവും ഏതൊരു അള്ളാഹുവിന്റെ അധികാരത്തിലാണോ ആ പടച്ചവന് തന്നെയാണ് ആ ജനന മരണങ്ങൾക്കിടയിലുള്ള ജീവിതത്തിന്റെയും അധികാരം. അവൻ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അതോറിറ്റി. ആ റബ്ബിന്റെ ഇഷ്ടപ്രകാരം ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യവും സൂചിപ്പിക്കേണ്ടായി. അതോടൊപ്പം മരണത്തിന്റെ യാഥാർത്ഥ്യവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, മരണം എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളമാണ് അത് പലപ്പോഴും അപ്രതീക്ഷിതമെന്നും അവിചാരിതമെന്നും ഒക്കെ നമ്മൾ പറയാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യന്റെയും അവധി എത്രയാണെന്ന് നേരത്തെ നിശ്ചയിക്കുകയും അവരുടെ റൂഹ് തിരിച്ചു പിടിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള ഓതറൈസേഷൻ പടച്ചവന്റെ മുഖറബീങ്ങളായ മലക്കുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അവരാ സമയമെത്തിയാൽ ഒരു നിമിഷം പോലും മുന്തിക്കുകയോ ബന്ധിക്കുകയോ ചെയ്യാതെ ആ ജീവൻ, ആ റൂഹ് പിടിച്ചിരിക്കും. അതെത്ര ഭദ്രമായ കോട്ടകൾക്കുള്ളിലായിരുന്നാലും അത് സംഭവിക്കും എന്ന യാഥാർത്ഥ്യവും സൂചിപ്പിക്കേണ്ടായി. ഈ ഒരു അനിശ്ചിതത്വം നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. നമ്മളൊക്കെ ഇപ്പൊ വീട് വിട്ട് ഇറങ്ങിയവരാണ്. ഒരുപാട് കണക്കുകൂട്ടലുകളുമായി, ഒട്ടേറെ പ്രതീക്ഷകളോടുകൂടി പല പ്രാരാബ്ദങ്ങളും പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ആ പ്രതീക്ഷകളോടുകൂടി നമ്മൾ എങ്ങോട്ടാണ് ഇറങ്ങുന്നത്? യഥാർത്ഥത്തിൽ തികഞ്ഞ അനിശ്ചിതത്വത്തിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. തിരിച്ച് വീട്ടിലെത്തുമോ എന്ന് ഉറപ്പില്ലാത്ത അനിശ്ചിതത്വമാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത അനിശ്ചിതത്വമാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രവാചകൻ പഠിപ്പിച്ച ആ പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ ഇടതുകാലം വെച്ച് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ യാത്രയിൽ, ഈ പുറത്തിറങ്ങലിൽ എങ്ങനെയാണ് എന്റെ മരണം സംഭവിക്കുന്നത് നമുക്കറിയില്ല. ഒരുപക്ഷെ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു വാഹനം നമ്മുടെ മരണ കാരണമാക്കുമോ എന്ന് നമുക്കറിയില്ല. വഴിയിൽ ഒരു കല്ലിൽ തട്ടി വീണ് തലക്കടിച്ച് തല ഒരു കല്ലിൽ ഇടിച്ച് രക്തം വാർന്നൊഴുകി വഴിയിൽ വീണ് മരിക്കുമോ എന്ന് നമുക്കറിയില്ല. അത്രയും അനിശ്ചിതത്വത്തിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അത്രയും നിസ്സാരരുമാണ് നമ്മൾ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചവനെ നിനക്കല്ലാതെ ഒരു ശക്തിയും കഴിയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നല്ലോ, റബ്ബേ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ലേ എന്ന് റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ്. അത്രയും ദുർബലനാണ് മനുഷ്യൻ, അത്രയും നിസ്സഹായനാണ് മനുഷ്യൻ, അത്രയും കഴിവ് കുറഞ്ഞവനാണ് മനുഷ്യൻ. എല്ലാ ശക്തിയും കഴിവുകളും അതിന്റെ ഉടമ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഓരോ ദിവസവും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു. ഓരോ ഉറക്കവും ഉണരുമെന്ന് ഉറപ്പില്ലാത്ത ഉറക്കത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പല പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിച്ചാൽ ആ പ്രാർത്ഥനകൾ പലതും മനുഷ്യരിൽ, വിശ്വാസികളിൽ മരണചിന്ത സജീവമായി നിർത്താൻ സഹായിക്കുന്ന പ്രാർത്ഥനകളാണ്. നമ്മൾ രാത്രി വയറു നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പിറ്റേ ദിവസത്തെ പല പരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്. പലവിധ കണക്കുകൂട്ടലുകൾ ഉണ്ടാകും. പക്ഷേ ആ കണക്കുകൂട്ടലുകൾ സാധിക്കാൻ, നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉണരുമെന്ന കാര്യത്തിൽ ആർക്കാണ് ഉറപ്പുള്ളത്? ഒരുപക്ഷെ ആ ഉറക്കം നമ്മുടെ അവസാനത്തെ ഉറക്കമാകാമല്ലോ. എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ തന്നെ നമ്മുടെ ആത്മാവിന് അള്ളാഹുവിലേക്കുള്ള അന്ത്യയാത്ര സംഭവിക്കാമല്ലോ. എന്നല്ല, ഉറക്കം പോലും ഒരു മരണമാണെന്ന്, ചെറിയ മരണമാണെന്ന് പരിചയപ്പെടുത്തിയല്ലോ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. മരണവേളയിൽ ആത്മാക്കളെ പിടിച്ചെടുക്കുന്നവനും ഇനിയും മരിച്ചിട്ടില്ലാത്തവരുടെ ആത്മാക്കളെ നിദ്രാവേളയിൽ പിടിച്ചു വെക്കുന്നതും അവൻ തന്നെയാണ്, അല്ലാഹുവാണ്.
അങ്ങനെ മരണം വിധിക്കപ്പെട്ടവർക്ക് അവൻ ആ ആത്മാവിനെ വിലക്ക് നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് ആത്മാവിനെ റൂഹിനെ തിരിച്ചു നൽകാതെ വിടുന്നു, തിരിച്ചു നൽകാതിരിക്കുന്നു. അതല്ലാത്തവർക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരുടെ ആത്മാവുകളെ നിശ്ചിത അവധി വരേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നു. ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ്, ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ്. ചിന്തിക്കുന്നവർക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എഴുന്നേൽക്കുമെന്ന് ഉറപ്പില്ലാത്ത അത്രയും ദുർബലനായ മനുഷ്യൻ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. ബിസ്മിക റബ്ബി വദഅതു ജൻബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ. ഒന്നുവിന്റെ വിശുദ്ധിയോടുകൂടി അങ്ങനെ വലതുവശം ചെരിഞ്ഞു കിടന്ന് പടച്ചവന്റെ മുമ്പിൽ ഒരു പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി ഉറങ്ങാൻ കിടക്കുന്നത്. പടച്ചവനെ നിന്റെ നാമം കൊണ്ട്, നിന്റെ നാമത്തിൽ ഞാൻ എന്റെ വശങ്ങളെ, അല്ലെ, പിന്നീട് എന്താ പറയുന്നത്? ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ. പടച്ചവനെ, ഈ ഉറക്കത്തിൽ നീ എന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ നീ അതിനോട് കരുണ കാണിക്കണം, നീ അതിനോട് കരുണ കാണിക്കണം. അഥവാ അതിനുമുള്ള ഒരു സാധ്യത നമ്മൾ അവിടെ വെക്കുന്നുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, അതിനും സാധ്യതയുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അഥവാ ഈ ഉറക്കത്തിൽ എന്റെ ആത്മാവിനെ നീ പിടിച്ചെടുത്ത് തിരിച്ചു തരാതെ നീ അതിനെ വിലക്കി നിർത്തുകയാണെങ്കിൽ ഫർഹംഹാ, പടച്ചവനെ നീ അതിനോട് കരുണ കാണിക്കണം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോ വീണ്ടും ഒരു ജീവിതത്തിലേക്ക് അല്ലാഹു തിരിച്ചു വിടുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. പടച്ചവനെ, എന്നെ മരണമാകുന്ന ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് വീണ്ടും ഉണർച്ചയാകുന്ന ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന, എനിക്ക് ജീവൻ തിരിച്ചു തന്ന പടച്ചവനെ നിനക്കാണ് സകല സ്തുതികൾ. അവിടെയും തിരിച്ചു ചെല്ലാനുള്ള നാഥനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഒരു യാഥാർത്ഥ്യം പടച്ചവൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് നൈമിഷികവും നിസ്സാരവും ക്ഷണികവുമാണ് എന്ന യാഥാർത്ഥ്യം. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എന്തിനു വേണ്ടിയാണോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം നൽകിയത്, ജീവനും ജീവിതവും ജീവിത വിഭവങ്ങളും അല്ലാഹു നമുക്ക് എന്തിനു വേണ്ടിയാണോ നൽകിയത്, ആ മാർഗത്തിൽ ആ ലക്ഷ്യത്തിനു വേണ്ടി നമുക്ക് പണിയെടുക്കാൻ സാധിക്കണം. അല്ലെ, ജനന മരണങ്ങളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുഹും അഹ്സനു അമല. ഏറ്റവും നന്നായി അമലുകൾ ചെയ്യുന്നവർ ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടി ജനനവും ജീവിതവും മരണവും ഉണ്ടാക്കിയവൻ അല്ലാഹുവാണ്. പ്രിയമുള്ളവരെ, കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള കാലാവധി എപ്പോഴാണ് അവസാനിക്കുക എന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. നമുക്ക് ലഭ്യമായ സമയത്തെ തോന്നിയതുപോലെ ജീവിച്ച് കിട്ടിയ സമയം തോന്നിയതുപോലെ തുലച്ചു കളഞ്ഞാൽ പിന്നെ വിലപിച്ചിട്ടോ ഖേദിച്ച് വെല്ലുകടിച്ചത് കൊണ്ടോ കാര്യമുണ്ടാവുകയില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹ് നമുക്കൊക്കെ നിശ്ചയിച്ച അജല് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവിന് അവസരം ഉണ്ടാവുകയില്ല. മനുഷ്യൻ ആഗ്രഹിച്ചു പോകും, മനുഷ്യൻ കൊതിച്ചു പോകുമെന്നാണ്. ഞാൻ ഈ ഖുതുബയുടെ മുഖദ്ദിമയിൽ ഓതി വെച്ച സൂറത്തുൽ മുഅ്മിനൂൻ 99-100 ആയത്തുകൾ ആ കാര്യമാണ് നമ്മളെ ഓർമ്മപ്പെടുന്നത്. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്. അങ്ങനെ ഒരുവന് മരണമാസന്നമായാൽ കാല, അവൻ വിലപിക്കുകയാണ്, കാല റബ്ബിർജിഊൻ, പടച്ചവനെ എന്നെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടാ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്. നീ എനിക്ക് നൽകിയ ഒരുപാട് ആയുഷ്കാലം, ആ ആയുഷ്കാലം ഞാൻ ചെയ്യാൻ ബാക്കി വെച്ച്, എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നിട്ട് ഞാൻ ചെയ്യാതിരുന്ന ഒരുപാട് അമലുകൾ ഞാൻ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ആ അമലുകൾ ചെയ്യാൻ എന്റെ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു മടക്കിക്കൊണ്ട എന്ന് മനുഷ്യൻ പറയുമ്പോ അല്ലാഹ് പറയുന്ന മറുപടി, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അത് അവൻ പറയുന്ന ഒരു വെറും വാക്ക് മാത്രമാണ് എന്നാണ്. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വെറും വാക്ക് മാത്രമാണ്. കാരണം ഇതൊന്നും അറിയാതെയല്ലല്ലോ ഇതുവരെ ചെയ്തു കൂട്ടിയത്. അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ നേരത്തെ തന്നെ മനുഷ്യന് കിട്ടിയിട്ടുണ്ടല്ലോ. അത് ജാഅത്തുക ആയാതി ഫകദ്ദബത ബിഹാ വസ്തക്ബർത. എന്റെ സൂക്തങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരുന്നല്ലോ, നിങ്ങൾ അതിനെ തള്ളിപ്പറയുകയും നിങ്ങൾ നിങ്ങളുടേതായ സൗകര്യ സങ്കല്പങ്ങളിൽ ഇങ്ങനെ ഗർഭിഷ്ഠരായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയുമല്ല ചെയ്തിരുന്നത് എന്ന് പടച്ചവന്റെ മറുപടി. ഇനി കൂടുതൽ സമയമൊന്നുമില്ലെങ്കിലും ഒരല്പ ശിക്ഷ നേരത്തേക്കെങ്കിലും ഒന്ന് പിന്തിച്ചാൽ മതി, ജീവിതത്തിലേക്ക് തിരിച്ചേക്കൊന്നും വേണ്ട. ഒരുപാട് അമലുകൾ ചെയ്യാൻ വേണ്ടി ആയുസ് ബാക്കിയിട്ട് തരൊന്നും വേണ്ട.
ഒരു നിമിഷ നേരമെങ്കിലും ഒന്ന് പിന്തിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകുമെന്നാണ് അല്ലെ. റബ്ബി നമ്മളെല്ലാം പല ജുമാകളിലും ഓതാറുള്ള സൂറത്ത് മുനാഫിഖിന്റെ അവസാന ഭാഗത്ത് അല്ലെ, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. സാമ്പത്തിക സംസ്കരണത്തെ കുറിച്ചാണ് പടച്ചവന്റെ മുമ്പിൽ ആവശ്യം ഉന്നയിക്കുന്നത് അല്ലെ. ഒരു നിമിഷ നേരം ഒന്ന് ഇങ്ങോട്ട് ഒന്ന് പിന്തിച്ചു കിട്ടിയാൽ പടച്ചവനെ ലഹല്ലി അമൽ ഞാൻ ധാരാളമായി എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ ധർമ്മം ചെയ്തു കൊള്ളാം, അങ്ങനെ ഞാൻ സൽക്കർമ്മകാരികളിൽ ഉൾപ്പെട്ടുകൊള്ളാം. സാമ്പത്തിക സംസ്കരണത്തെ കുറിച്ചാണ് ആദ്യം തന്നെ പടച്ചവരോട് പറയുന്നത്. കാരണം ഐഹിക ജീവിതത്തിൽ അവൻ ഏറെ വിസ്മരിച്ചത് അതായിരുന്നു സമ്പത്ത് തന്റേതാണെന്ന്. അതെങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിൽ ആരും തന്നെ പ്രത്യേകിച്ച് നിയന്ത്രിക്കേണ്ടതില്ലെന്ന് ഇങ്ങനെയൊക്കെയായിരുന്നു അവർ ധരിച്ചു വെച്ചിരുന്നത്. സക്കാത്തിനെ കുറിച്ചൊക്കെ വല്ല ഇസ്ലാമിക പ്രവർത്തകരും അവരെ ഓർമ്മപ്പെടുത്തിയാൽ അതൊന്നും തനിക്ക് ബാധകമല്ലെന്ന ഭാവത്തോടു കൂടിയാണ് അവർ ജീവിച്ചത്. ഇപ്പോ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പോവാനുള്ള സമയമെത്തി എന്ന് ഉറപ്പ് വരുമ്പോഴാണ് അവൻ വിരല് കടിക്കുന്നത്. പക്ഷേ ഒരു കാര്യവുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അനുവദിക്കപ്പെട്ട വിശ്വാസം, നിശ്ചയിക്കപ്പെട്ട വിശ്വാസം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നിർവാഹവും ഇല്ലെന്ന് പടച്ചറപ്പ്. ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഖർ. അല്ലാഹ് നിശ്ചയിച്ച അവധി എത്തിയാൽ അത് ഒരിക്കലും ഒരു നിമിഷം പോലും എത്തിക്കുകയില്ല. വല യുഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. ഇനി അവധിയൊന്നും നീട്ടിക്കിട്ടുകയില്ല എന്ന് ഉറപ്പായി. പിന്നെ അവസാനത്തെ ആശ്രയം എന്താ? അവസാനത്തെ ആശ്രയം ഒരു തൗബ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതൊന്ന് ചെയ്തു നോക്കി കളയാമെന്ന് മോഹിച്ചിട്ടും കാര്യമില്ല. കാരണം റൂഹ് തൊണ്ടയിലെത്തിയാൽ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ, അല്ലെങ്കിൽ റൂഹ് പിടിക്കുന്ന സമയത്ത് അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, റൂഹ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമയുടെ തൗബ സ്വീകരിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഫിർഔന്റെ തൗബ സ്വീകരിക്കാനോ? ഫിർഔൻ ചെങ്കടലിന്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ ആഴ്ന്നുകൊണ്ടിരുന്നപ്പോ ഫിർഔൻ തൗബ ചെയ്തല്ലോ അല്ലെ. ആമന്നാ ബി റബ്ബി മൂസ വ ഹാറൂൻ. ഞാനും മൂസ ആമന്നാ ബി റബ്ബിൽ ആലമീൻ, ഞാനും ഇതാ ലോകരക്ഷിതാവായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് ഫിർഔൻ പറഞ്ഞു പോയി. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന അവസാന ഘട്ടമെത്തിയപ്പോ പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറവോയുടെ തൗബ സ്വീകരിച്ചില്ലല്ലോ. ഞാൻ സൂചിപ്പിച്ചു എന്ന് പ്രിയമുള്ളവരെ, ക്ഷണികമായ നമ്മുടെ ഐഹിക ജീവിതത്തിന്റെ മോടിയിലും അതിന്റെ സുഖാസ്വാദനങ്ങളിലും അതിന്റെ അലങ്കാര ആർഭാടങ്ങളിലും മതിമറന്നുകൊണ്ട് അള്ളാഹുവിനെയും പടച്ചവന്റെ കൽപ്പനകളെയും അവന്റെ ദീനിനോട് നമുക്കുള്ള ബാധ്യതകളെയും വിസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഐഹിക ജീവിതം കഴിച്ചുകൂട്ടുന്നതെങ്കിൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അവസാന വിശകലനത്തിൽ കനത്ത നഷ്ടവും തികഞ്ഞ പരാജയമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന കാര്യം തുമ്മ ഇലൈനാ തുർജഊൻ എന്നതാണ്. മരിക്കുമെന്ന് ആയത്തും ഹദീസും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് തുമ്മ ഇലൈനാ തുർജഊൻ, പിന്നെ നമ്മിലേക്കാണ് തിരിച്ചു വരാനുള്ളത്. മരണത്തോടുകൂടി ഒടുങ്ങാനുള്ളതല്ല നിന്റെ ജീവിതം എന്ന് പറയുന്നത്. തുമ്മ ഇലൈനാ തുർജഊൻ വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. അവിടെ വെച്ച് ഓരോരുത്തരുടെയും കർമ്മത്തിന്റെ ഫലം ഓരോരുത്തർക്കും നൽകപ്പെടും എന്നതാണ്. പ്രിയമുള്ളവരെ, ഖുർആനിൽ മരണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നതും വളരെ പ്രാധാന്യപൂർവ്വം പടച്ചറപ്പ് ഓർമ്മപ്പെടുത്തുന്നതുമായ കാര്യമാണിത്. ഞാൻ സൂറത്തുൽ ആൽ ഇംറാനിലെ ആയത്ത് കഴിഞ്ഞാൽ ചോദിച്ചത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ എന്ന് പറഞ്ഞിട്ട് ഫമൻ സുഹസിയ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആ ആയത്തിന്റെ തുടർച്ചയിൽ എന്ന് പറയാണ്, ആർ നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുകയും ഉദ്ഖിലൽ ജന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ ഫഖദ് ഫാസ്, അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. നരകാഗ്നിയിൽ നിന്നും നമ്മുടെ ശരീരം അകറ്റപ്പെടുകയും സ്വർഗപ്രവേശനം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിന്റെ വിജയം. ഫഖദ് ഫാസ്. അല്ലാഹ് അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുകയാണ്. അതിനെന്താണ് വഴി? ആ വിജയികളിൽ ഉൾപ്പെടാൻ എന്താണ് വഴി എന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് ജീവിതത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. നമ്മൾ എങ്ങനെ ജീവിച്ചാലും മരണം നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അല്ലാഹ് നൽകിയ ക്ഷണികമായ ജീവിതത്തെ എങ്ങനെ നമ്മൾ മരണാനന്തരമുള്ള അനശ്വര ജീവിത വിജയത്തിന് വേണ്ടി
ഈ ഫഖദ് ഫാസ് എന്ന് പറയുന്ന ആ വിശ്വാസികൾ, വിജയികളാകുന്ന വിശ്വാസികളിൽ നാളെ ഉൾപ്പെടാൻ വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട്, വിശ്വാസത്തിന്റെ താല്പര്യം പൂർത്തീകരിച്ചുകൊണ്ട് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതല്ലാതെ ഇവിടുത്തെ ആസ്വാദനങ്ങളിലും ആഡംബരങ്ങളിലും ആനന്ദങ്ങളിലും മതിമറന്നും നിഗളിച്ചും വിശ്വാസത്തിന്റെ താല്പര്യങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിതം നയിക്കുന്നതെങ്കിൽ, പടച്ചവന്റെ കൽപ്പനകളോട് പുറംതിരിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ രീതിയിലാണ് നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകുന്നതെങ്കിൽ, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടവും തികഞ്ഞ പരാജയമായിരിക്കും സമ്മാനിക്കുക എന്ന് നമ്മൾ അറിയണം. നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ തന്നെ ബലികഴിക്കേണ്ടി വന്നാലും പടച്ചവനിലേക്കാണ് മടങ്ങാനുള്ളത് എന്ന ബോധം കൊണ്ട് അതിലും നമ്മൾ തയ്യാറാകണം. കാരണം മരണം എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെട്ട് കഴിയേണ്ട ഒന്നല്ല. ഭയപ്പെട്ട് കഴിയേണ്ട ഒന്നല്ല മരണം എന്ന് പറയുന്നത്. ഭയപ്പെട്ടത് കൊണ്ട് മാറിപ്പോകുന്നതുമല്ല മരണം എന്ന് പറയുന്നത്. മറിച്ച് മരണത്തെ വരവേൽക്കാൻ സദാ സന്നദ്ധമായിരിക്കും, മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുകയും ചെയ്യുന്നവനാണ് സത്യവിശ്വാസി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സത്യവിശ്വാസി മനസ്സിലാക്കുന്നത് വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല, സൂറത്ത് ആൽ ഇംറാൻ 145 ആയത്ത്. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ്, ജീവനുള്ളതൊന്നും പടച്ചവന്റെ ഹിതപ്രകാരമല്ലാതെ, ദൈവഹിതമല്ലാതെ മരിക്കുക സാധ്യമല്ല. കിതാബൻ മുഅജ്ജല, ഓരോരുത്തരുടെയും മൃത്യുവേള എന്ന് പറയുന്നത്, മരണസമയം എന്ന് പറയുന്നത് പടച്ചവൻ എഴുതപ്പെട്ടതാണ്. ഉഹദ് യുദ്ധ രണാങ്കണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടു എന്ന് വ്യാപകമായ പ്രചരണം നടന്നപ്പോ, മുസ്ലിം അണികളിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായപ്പോ, അണികൾ പിന്തിരിയാൻ തുടങ്ങിയപ്പോ, മരണഭീതി കൊണ്ട് രണാങ്കണം വിട്ടോടുന്നത് നിരർത്ഥകമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ആയത്ത് അല്ലാഹു അവതരിപ്പിക്കുന്നത്. അഥവാ ആയുസിന്റെ കാര്യത്തിൽ ഒരു സത്യവിശ്വാസം ഒരിക്കലും ഭയപ്പെട്ട് കഴിയേണ്ടവനല്ല. നിശ്ചിത ദിവസങ്ങളിൽ നിശ്ചയിക്കപ്പെട്ട നിശ്വാസമാണ് തനിക്കുള്ളതെന്നും അതിൽ ഒന്നുപോലും കൂട്ടാനോ കുറക്കാനോ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലെന്നും ഉറച്ചു വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസി. ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുവഖർ. അതോടൊപ്പം തന്നെ മരണത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരുമാണ് സത്യവിശ്വാസി. എന്താ മരണത്തിന്റെ യാഥാർത്ഥ്യം? ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് വേണ്ടി തന്റെ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള സുഖസമ്പൂർണമായ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് സത്യവിശ്വാസികൾ മരണത്തെ കാണേണ്ടത്. അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള, പടച്ചവനെ കണ്ടുമുട്ടാനുള്ള ഒരു വെമ്പലും ഒരു കൊതിയും. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹു. ആർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഇഷ്ടപ്പെടുന്നുവോ അവനെ കണ്ടുമുട്ടാൻ പടച്ചവനും ഇഷ്ടമാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കൊതിയോടെ കാത്തിരിക്കുന്ന, താൻ ഈ ഐഹിക ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾക്ക് റബ്ബ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സ്വർഗീയ മനോഹര സുന്ദര ജീവിതത്തിലേക്കുള്ള കവാടമായിട്ട് മരണത്തെ കാണുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണമാസന്നമാകുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അവന് സന്തോഷ വാർത്ത അറിയിക്കുമെന്നാണ്. ഇദാ ഹദറ അഹദഹുൽ മൗത്ത് ബുശ്ശിറ ബിറിദ്വാനില്ലാഹി വകറാമാതിഹി. പടച്ചതമ്പുരാൻ ആ അടിമയിൽ തൃപ്തിപ്പെട്ടതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയെ കുറിച്ച് സന്തോഷ വാർത്തയോടുകൂടിയാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസി മരണത്തിൽ എതിരേൽക്കുക എന്ന്. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം, സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം മരണവേളയിൽ തന്നെ വരാനിരിക്കുന്ന ശിക്ഷയെ കുറിച്ചുള്ള ആ ഒരു ഭീഷണമായ സൂചനകൾ മലക്കുകൾ നൽകുമെന്ന്. വഇന്നൽ കാഫിർ, സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം, ഇദാ ഹദറഹുൽ മൗത്ത്, മരണം അവനാസന്നമായാൽ ബുശ്ശിറ ബിഅദാബില്ലാഹ്, വരാനിരിക്കുന്ന പടച്ചവന്റെ ശിക്ഷയെ കുറിച്ചുള്ള ആ ഒരു ഭീതിയോടുകൂടിയായിരിക്കും ഒരു സത്യനിഷേധി മരണത്തെ കാണുക, അല്ലെങ്കിൽ മരണത്തെ അഭിമുഖീകരിക്കുക എന്ന്. മരണസമയത്ത് മാത്രമല്ല, മരണശേഷം നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ഈ രണ്ട് കൂട്ടരുടെയും ഈ വ്യത്യാസം കാണുമെന്നാണ്. സത്യവിശ്വാസികളുടെ മയ്യത്ത് മരിച്ചതിന് ശേഷം സത്യവിശ്വാസികളുടെ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, ആ മയ്യത്ത് ഇങ്ങനെ വിളിച്ചു പറയുമെന്നാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകൂ, എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന്. ചീത്ത മനുഷ്യന്റെ ആത്മാവ് വിളിച്ചു ചോദിക്കുമ്പോഴും എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്, എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്, സത്യനിഷേധിയുടെ ആത്മാവ് വിളിച്ചു ചോദിക്കുമെന്ന്. മനുഷ്യനല്ലാത്ത എല്ലാ ജന്തുജീവജാലങ്ങളും ആ ആത്മാവിന്റെ ആ സംസാരം കേൾക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഞാനും നിങ്ങളും നമ്മോട് തന്നെ സ്വയം ചോദിച്ചു നോക്കണം. മരണത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? നമ്മൾ ആത്മപരിശോധന നടത്തണം.
ഈ ദുനിയാവിലെ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുസരണക്കേടിനും ധിക്കാരത്തിനുമുള്ള ശിക്ഷ ലഭിക്കാൻ ഇടയാക്കുകയും ചെയ്യുമെന്നുള്ള ആ ഒരു ഭയമാണോ നമുക്ക് മരണത്തെ കുറിച്ചുള്ളത്? അതല്ല, നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ആ ഒരു കൊതിയും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സുഖസമ്പൂർണമായ സ്വർഗീയ ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷയുമാണോ എന്നെയും നിങ്ങളെയും നയിക്കുന്നത് നമ്മൾ ചോദിക്കുക. രണ്ടാമത് പറഞ്ഞതാണ് എനിക്കും നിങ്ങൾക്കും മരണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. പ്രശസ്തനായ ദാർശനികൻ ഇബ്നു മസ്കവി പറഞ്ഞല്ലോ, മരണത്തിന്റെ യാഥാർത്ഥ്യം അറിയാത്തവരെയും മരണാനന്തരം താൻ എങ്ങോട്ട് പോകുമെന്നറിയാത്തവരെയും മാത്രമേ മരണഭയം പിടികൂടുകയുള്ളൂ. കാരണം തന്റെ ശരീരം ദ്രവിക്കുകയും അതിന്റെ ഘടന താറുമാറായുകയും ചെയ്യുന്നതോടുകൂടി അതിന്റെ സത്ത എന്നേക്കുമായി ദ്രവിച്ചു പോകുമെന്നാണ് അവർ കരുതുന്നത് എന്ന് ആ ദാർശനികൻ പറയുകയുണ്ടായി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഈദ് ഇബ്നു ജുബൈറിനെതിരെ വധഭീഷണി മുഴക്കുമ്പോ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ജീവിതവും മരണവും ഒക്കെ നിന്റെ കൈകളിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ നിന്നെയല്ലാത്ത ഒരു ഇലാഹിനെയും ഞാൻ ഇബാദത്ത് ചെയ്യുമായിരുന്നില്ല എന്ന് സുബൈർ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് ആത്മധൈര്യത്തോടുകൂടി തിരിച്ചു ചോദിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ ഖാദിയാനി മസലയുടെ പേരിൽ, എന്താണ് ഖാദിയാനി മസല? ഖത്മുൻ നുബുവത്ത്, പ്രവാചകത്വ പരിസമാപ്തി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി അള്ളാഹു പ്രവാചകത്വ പരമ്പരക്ക് സീരുവെച്ച ആ ഖത്മുൻ നുബുവത്ത് അംഗീകരിക്കാതെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണെന്ന് വാദിച്ചവരെ സംബന്ധിച്ചിടത്തോളം ആ ഖാദിയാനികളെ അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കണം, ഇസ്ലാമിക സമൂഹത്തിൽ അവർക്ക് തുടരാൻ അർഹതയില്ല എന്ന് പുസ്തകം എഴുതിയതിന്റെ പേരിൽ സയ്യിദ് മൗദൂദി റഹിമഹുല്ലാഹി അലൈഹിയെ പട്ടാള ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധിക്കുന്നുണ്ട്. പക്ഷേ 1953 മൗദൂദ് സാഹിബ് പുസ്തകം എഴുതുന്നത്. ഖാദിയാനികളെ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത് 1974 വാക്ക് ഭരണകൂടം അത് അംഗീകരിച്ചു എന്ന് വേറെ വിഷയം. അങ്ങനെ വധശിക്ഷ വിധിക്കപ്പെട്ട സയ്യിദ് മൗദൂദിയോട് ആ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ദയാഹർജി കൊടുക്കാൻ ഭരണകൂടം ആവശ്യപ്പെട്ടപ്പോ, ഈ ആവശ്യവുമായി ബന്ധുക്കൾ അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിച്ചപ്പോ അദ്ദേഹം അതിനോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. എന്താണെന്നറിയോ? മൗത്ത് കാ ഫൈസല സമീൻ മേ നഹീ ഹോതാ ഹൈ വ ആസ്മാൻ മേ ഹോതാ ഹൈ. ജനന മരണങ്ങളുടെ തീരുമാനം ഭൂമിയിൽ വെച്ചല്ല നടക്കുന്നത്, അത് ആകാശ ലോകത്ത് എന്റെ നാഥന്റെ കയ്യിലാണ് അതിനെക്കുറിച്ചുള്ള തീരുമാനം. എന്റെ മരണം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയിലെ ഒരു ശക്തിക്കും എന്നെ അതിൽ നിന്നും പിന്തിരിച്ച് രക്ഷിക്കാൻ കഴിയില്ല. ഇനി ഇതല്ല, എന്റെ റബ്ബ് എന്റെ മരണം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും എന്റെ ജീവൻ എടുക്കാനും കഴിയില്ല എന്ന് പറഞ്ഞാൽ ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് ഏത് നിമിഷവും വളരെ പുഞ്ചിരിയോടുകൂടി നിർഭയമായി മരണത്തെ സ്വാഗതം ചെയ്യാൻ അവർക്കൊരു തടസ്സവും ഉണ്ടാവുകയില്ല. പടച്ചവൻ തൃപ്തിപ്പെട്ടും അവന്റെ തൃപ്തി നേടിയും കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ കഴിയുക. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ. സമാധാനം പ്രാപിച്ച ആത്മാവേ, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, സൃഷ്ടികളോടുള്ള ബാധ്യതകളും സൃഷ്ടാവിനോടുള്ള ബാധ്യതകളും നിർവഹിച്ച് ആയുസ്സിനെ അർത്ഥപൂർണമായി ഭൂമിയിൽ ചെലവഴിച്ചതിന്റെ ആത്മനിർവൃതിയോടുകൂടി ശാന്തമായി നിങ്ങളുടെ നാഥനിലേക്ക് മടങ്ങിക്കൊള്ളുക എന്ന് മലക്കുകൾ ആശംസകളോടുകൂടി റൂഹിനെ പിടിക്കാൻ വരുന്ന ആ യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് പടച്ച റബ്ബ് നമുക്ക് നിശ്ചയിച്ച ജീവിത വീക്ഷണം ഉൾക്കൊണ്ടുകൊണ്ട് ലില്ലാഹി ഫില്ലാ, പടച്ചവൻ നൽകിയ ജീവിതം അള്ളാഹുവിന്റെ ദീനിന്റെ കലിമത്തിന്റെ പടച്ചവന്റെ കലിമത്തിന്റെ ഉയർച്ചക്കും അവന്റെ ദീനിന്റെ വിജയത്തിനും വേണ്ടി ചെലവഴിച്ചതിന്റെ പ്രയോജനപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തോടും ആത്മനിർവൃതിയോടും കൂടി നാഥനെ കണ്ടുമുട്ടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രപഞ്ചനാഥനായ പടച്ച റബ്ബ് അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.